പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ KSU താലൂക്ക് പറവൂർ താലൂക്കിന്റെ സെക്രട്ടറിയായി. അന്ന് G കാർത്തിയാനാണ് KSUവിന്റെ പ്രസിഡന്റ്. 79-80 കാലഘട്ടത്തിൽ താലൂക്ക് പ്രസിഡന്റായി. 80 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല KSU സംസ്ഥാന പ്രസിഡന്റായപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 7 വർഷക്കാലം ജില്ലയുടെ സെക്രട്ടറിയായി. അതിനുശേഷം വടക്കേക്കര നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വർക്ക് ചെയ്തു ഒരു 5 കൊല്ലക്കാലം. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായി 2004 വരെ പ്രവർത്തിച്ചു. അദ്ദേഹം എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരനായി മാറുകയാണ് ചെയ്തത്. 91-93 കാലഘട്ടത്തിൽ 1000 രൂപ ശമ്പളത്തിലായിരുന്നു എറണാകുളം MG റോഡിലുള്ള സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരനായി മാറി. ഇതിന്റെ ഇടയിൽ അദ്ദേഹം 91 കാലഘട്ടത്തിൽ പറവൂര് മണി ചെയിനായിട്ട് വന്നു. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു. സതീശന്റെ ഒരു അർത്ഥ ദാരിദ്ര്യം എന്ന് പറയാം. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇനി പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറവൂര് മണി ചെയിനായിട്ട് വന്നു. ഒരു 12,000 പേരെ അവിടെ ചേർത്തതിന് ശേഷം ചെയിൻ പൊട്ടിച്ച് മുങ്ങി. ശരിക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സതീശനൊന്നും അവിടെ തിരിച്ചു വരാൻ പറ്റൂല. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ PV അൻവർ MLA ആയിട്ട് സതീശന്റെ ഒരു ടഗ് വന്ന സമയത്ത് ഈ വിഷയം എന്നെ വിളിച്ചിട്ട് മണി ചെയിനിലെ പേപ്പർ വേണമെന്ന് പറഞ്ഞു. ഞാനത് കളക്ട് ചെയ്ത സമയത്ത് സതീഷ് അവന്റെ കഷ്ടകാലത്തിൽ സതീഷിന്റെ പേരുള്ള മണി ചെയിന്റെ ആപ്ലിക്കേഷൻ തന്നെ എന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ അദ്ദേഹം നിയമസഭയിലൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് വേറൊരു കാര്യം കൂടി കണ്ടെത്തി. ബോംബെ ബേസ്ഡ് കമ്പനിയാണ് ഇത് നടത്തുന്നതിനാണ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബോംബെയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല. ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. 1996 പുള്ളി മത്സരിച്ച് തോറ്റ് 2001 പിന്നെ പറവൂരിന്ന് ജയിച്ചു കയറുന്നത്. 2001 ജയിച്ചു കയറി അതുവരെയൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ ആളുകളെയൊക്കെ പ്ലീസ് ചെയ്തൊക്കെ പോരുന്ന ഒരു സതീശനാണ്. 4 വർഷം കഴിഞ്ഞതോടുകൂടി സതീശൻ ഒരു അഹങ്കാരത്തിന്റെ രൂപമായിട്ട് മാറി. കാരണം ഈ 4 വർഷക്കാലം കൊണ്ട് അന്നത്തെ സിവിൽ സപ്ലൈ മന്ത്രിയായിരുന്ന കാർത്തികേയന്റെ പിൻപറ്റി നിന്ന് കേരളത്തിലേക്കുള്ള പർച്ചേസ് മുഴുവനും സതീശനെ ഏറ്റെടുത്ത് ഒരു 500 കോടിക്ക് മേളിൽ കമ്മീഷൻ സതീശന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. കാർത്തികേയൻ അറിയത്തില്ലായിരുന്നു അതോ കാർത്തികേയൻ ഒരു കണ്ണടിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവന്റെയിലാണ് പണം വന്ന് പെട്ടത്. പണം പെട്ടത് അറിയാനിടവെന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം അടൂർ പ്രകാശായിരുന്നു കാർത്തികൻ. മറ്റേ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച സമയത്ത് ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്ന സമയത്ത് അടൂർ പ്രകാശായിരുന്നു സിവിൽ സപ്ലൈ മന്ത്രി. അദ്ദേഹം വന്ന ഉടനെ തന്നെ മുൻ അഴിമതിക്കെതിരെ ജസ്റ്റിസ് മുരളീധരനെ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹമാണ് ഈ അഴിമതി മുഴുവൻ കണ്ടെത്തിയത്. അപ്പൊ അതിൽ ഒരഴിമതി ഞാൻ പറയാം. ഇപ്പൊ ചെറുപയർ 18 രൂപയ്ക്കാണ് സപ്ലൈക്കോ വാങ്ങിയത്. സിവിൽ സപ്ലൈ വാങ്ങണത് 27. അപ്പൊ എത്ര രൂപ കൂടി? 9 രൂപ കൂടി. അത് തന്നെ 100 കോടി രൂപയുടെ അഴിമതിയാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തതിൽ വൻ അഴിമതിയാണ്. അപ്പൊ ഇതിന്റെ കമ്മീഷൻ മുഴുവനും സതീശന്റെ കയ്യിലേക്കാണ് ഒരു 70% വന്നു പെടുന്നത്. ഇതറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് KT ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിൽ ഇതിന്റെ ഏജന്റായിട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ ഏജന്റായിട്ട് വന്നത്. അദ്ദേഹമാണ് ഇത് കേസായി മാറി. എന്ന് പറഞ്ഞാൽ മുരളീധരൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ക്രൈം ബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ക്രൈം ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ജയകുമാർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നപ്പോ ജയകുമാർ പറയണം, എന്തൊരു കള്ളനാണ് സതീശൻ. ഞങ്ങൾ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോ ബൾക്കായിട്ട് പണം കൊടുത്ത കാര്യങ്ങൾ കർഷകർ പറയുന്നു.